ഒരു യുവനടി വെറും 24-ാമത്തെ വയസ്സിൽ ജീവിതം അവസാനിച്ചു. പക്ഷെ അത് ഒരു സാധാരണ മരണമല്ലായിരുന്നു. ദക്ഷിണേന്ത്യ സിനിമയെ നടുക്കിയ ഒരു ഇരട്ട കൊലപാതകം. 4 ദിവസത്തോളം ആരും അറിയാതെ കിടന്ന മൃതദേഹങ്ങൾ ഒടുവിൽ ഒരു വാട്ടർ ടാങ്കിൽ നിന്നാണ് കണ്ടെത്തിയത്. അന്ന് രാജ്യത്തെ പത്രങ്ങളുടെ തലക്കെട്ടായി മാറിയ ആ വാർത്ത ഇന്നും ആളുകളെ നടുക്കുന്നു. ആ നടിയുടെ പേര് റാണി പത്മിനി. നമുക്കറിയാവുന്ന പല സിനിമാ താരങ്ങളുടെയും ജീവിതം സിനിമയേക്കാൾ നാടകീയമാണ്. ചിലർ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി മറഞ്ഞു. ചിലരുടെ ജീവിതം ദുരന്തത്തിൽ അവസാനിച്ചു. എന്നാൽ റാണി പത്മിനിയുടെ ജീവിതം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കാരണം അവർ അഭിനയിച്ച സിനിമകളെക്കാൾ കൂടുതൽ ആളുകൾ ഇന്നും ഓർക്കുന്നത് അവരുടെ മരണത്തെയാണ്. എന്നാൽ ആ ദുരന്തത്തിന്റെ പിന്നിൽ ഒരു അസാധാരണമായ സിനിമാ ജീവിതം ഉണ്ടായിരുന്നു. വെറും 5 വർഷം മാത്രം നീണ്ട കരിയറിൽ 50-ലധികം സിനിമകൾ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ 4 ഭാഷകളിലായി തിളങ്ങിയ ഒരു യുവതാരം. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും ഗ്ലാമർ വേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്ത അപൂർവ നടി. 1980-കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ പുതിയ നായികമാരുടെ ഒരു തലമുറ ഉയർന്നു വരികയായിരുന്നു. ആ സമയത്താണ് ക്യാമറയ്ക്ക് മുന്നിലെ സ്വാഭാവിക പ്രകടനവും ആകർഷകമായ സ്ക്രീൻ സാന്നിധ്യവും കൊണ്ട് റാണി പത്മിനി സംവിധായകരുടെ ശ്രദ്ധ നേടുന്നത്. പറങ്കിമല, ശരം, തേനും വയമ്പും, അതിരാത്രം, അക്കരെ ഓരോ സിനിമയും അവരുടെ കരിയറിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. അന്നത്തെ മുൻനിര താരങ്ങളായ പ്രേം നസീർ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പമുള്ള അഭിനയവും അവരെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി. വിജയം പിന്നാലെ വിജയം, തിരക്കേറിയ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ, പുതിയ തലമുറകളുടെ ഓഫറുകൾ, ഭാവിയിൽ വലിയൊരു താരമാകുമെന്ന് എല്ലാവരും കരുതിയ സമയം. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം എത്തി. 1986 ഒക്ടോബർ 15. ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ ഇന്നും കേൾക്കുന്നവരെ ഞെട്ടിക്കും. ആഡംബര ബംഗ്ലാവ്, അകത്ത് 2 സ്ത്രീകൾ മാത്രം, പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം സാധാരണം. എന്നാൽ ആ വീട്ടിനുള്ളിൽ നടന്നത് അതിക്രൂരമായ ഒരു കുറ്റകൃത്യമായിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ആ കൊലപാതകം നടത്തിയവർ അപരിചിതരായ കൊള്ളക്കാരായിരുന്നില്ല. റാണി പത്മിനിക്ക് ഏറ്റവും വിശ്വസ്തരെന്ന് കരുതിയിരുന്ന വീട്ടിലെ ജീവനക്കാരാണ് ആ കുറ്റകൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നായിരുന്നു അന്വേഷണത്തിൽ പുറത്തു വന്നത്. പക്ഷെ എന്തിനായിരുന്നു ആ കൊലപാതകം? പണം മാത്രമായിരുന്നോ ലക്ഷ്യം? അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് മൃതദേഹങ്ങൾ വെള്ള ടാങ്കിൽ ഒളിപ്പിച്ചത്? എങ്ങനെ പോലീസ് പ്രതികളെ കണ്ടെത്തി? ഈ വീഡിയോയിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം തെളിവുകളുടെയും ലഭ്യമായ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ അതിനു മുമ്പ്, ആരാണ് യഥാർത്ഥത്തിൽ റാണി പത്മിനി? ചെന്നൈയിൽ ജനിച്ച ഒരു പെൺകുട്ടി എങ്ങനെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതീക്ഷയുണർത്തുന്ന യുവതാരങ്ങളിൽ ഒരാളായി മാറി? 1980-കളിലെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും സുന്ദരികളായ നായികമാരിൽ ഒരാളായി റാണി പത്മിനിയെ പലരും ഓർക്കുന്നു. എന്നാൽ ആ തിളക്കത്തിന് പിന്നിൽ സിനിമയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു. 1962-ൽ ചെന്നൈയിൽ വിശ്വനാഥ ചൗധരിയുടെയും പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഇന്ദിരാകുമാരിയുടെയും മകളായിട്ടാണ് റാണി പത്മിനി ജനിച്ചത്. അന്നത്തെ മദ്രാസ് ദക്ഷിണേന്ത്യൻ സിനിമയുടെ പ്രധാന കേന്ദ്രമായിരുന്നു. സ്റ്റുഡിയോകളും റെക്കോർഡിംഗ് തിയേറ്ററുകളും സംവിധായകരും നടീനടന്മാരും തിറഞ്ഞ ആ നഗരത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് സിനിമ ഒരു സ്വപ്നമല്ല, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അമ്മ ഇന്ദിരാകുമാരി നിരവധി നടിമാർക്ക് ശബ്ദം നൽകിയ കലാകാരിയായിരുന്നു. സിനിമയുടെ പിന്നാമ്പുറ ലോകം റാണി വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടറിഞ്ഞു. ഷൂട്ടിംഗ് സെറ്റുകൾ, ഡബ്ബിംഗ് സ്റ്റുഡിയോകൾ, കലാകാരന്മാരുടെ ജീവിതം, ഇവയെല്ലാം അവളുടെ മനസ്സിൽ അഭിനയത്തോടുള്ള താല്പര്യം വളർത്തി. സുന്ദരമായ മുഖവും ആത്മവിശ്വാസമുള്ള പെരുമാറ്റവും സ്വാഭാവികമായ അഭിനയ ശൈലിയും കാരണം സിനിമാ പ്രവർത്തകരുടെ ശ്രദ്ധ പതുക്കെ റാണിയിലേക്കും തിരിഞ്ഞു. ആദ്യമായി ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു സിനിമാ പ്രവേശനം. വലിയ നായികയാകുമെന്ന ഉറപ്പൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ പ്രകടനത്തിൽ ഒരു പ്രത്യേക സ്വാഭാവികത ഉണ്ടെന്ന് സംവിധായകർ തിരിച്ചറിഞ്ഞു. ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്താണ് തുടക്കമിട്ടത്. എന്നാൽ പ്രധാന വേഷത്തിൽ ആദ്യം അഭിനയിച്ചത് മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെ എന്ന ചിത്രത്തിലാണ്. എന്നാൽ വിവിധ കാരണങ്ങളാൽ ആ സിനിമയുടെ റിലീസ് വൈകി. അതുകൊണ്ട് പ്രേക്ഷകർ ആദ്യം കണ്ട റാണി പത്മിനിയുടെ ചിത്രം PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സംഘർഷമായിരുന്നു. ഇതിൽ ലേഖ എന്ന കഥാപാത്രത്തെയാണ് റാണി പത്മിനി അവതരിപ്പിച്ചത്. ചിത്രത്തിൽ ബാലൻ K നായർ അവതരിപ്പിച്ച ഭാഷ എന്ന ക്രൂരനായ വില്ലൻ കഥാപാത്രം രേഖയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ട്. ഭീഷണിപ്പെടുത്തി മേൽവസ്ത്രങ്ങൾ ഓരോന്നായി അഴിപ്പിച്ച് അടിവസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്ന പാവം പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സീൻ. പുറത്തു വന്ന ആദ്യ ചിത്രത്തിൽ തന്നെ അത്തരമൊരു വേഷം കഥയുടെ ഗതിക്ക് അനിവാര്യമായതിനാൽ ചെയ്യാൻ ഒരു മടിയുമില്ലായിരുന്നു റാണി പത്മിനിക്ക്. സിനിമാ ലോകം ഒരു ഞെട്ടലോടെയാണ് ആ ചിത്രത്തെ സ്വീകരിച്ചത്. സംഘർഷം പുറത്തിറങ്ങിയതോടെ മലയാള സിനിമയിൽ ഒരു പുതിയ അധ്യായം തുറന്നെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. സുന്ദരിയായ ഒരു നടി മാത്രമല്ല, വികാരങ്ങൾ സ്വാഭാവികമായി അവതരിപ്പിക്കാൻ കഴിയുന്ന അഭിനേത്രിയാണെന്ന വിലയിരുത്തലും ലഭിച്ചു. അതേസമയം സംവിധായകർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ഗ്രാമീണ കഥാപാത്രമായാലും നഗരത്തിലെ ആധുനിക യുവതിയായാലും റാണി പത്മിനിക്ക് അതിൽ ഇണങ്ങിച്ചേരാൻ അസാധാരണമായ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി സംവിധായകരുടെ ഡേറ്റ് ഡയറിയിൽ അവരുടെ പേര് ഇടം പിടിച്ചു. പ്രധാന നായികയായി വളരെ കുറച്ച് ചിത്രങ്ങളിലെ അഭിനയിച്ചിരുന്നുള്ളൂ എങ്കിലും ഒരുപാട് ചിത്രങ്ങളിൽ സിനിമയിലെ കഥാഗതിയിൽ ശക്തമായ
വ്യത്യസ്തമായ കഥാപാത്രമായി അവർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഒരു സിനിമ പൂർത്തിയാകുന്നതിന് മുമ്പ് അടുത്ത സിനിമയുടെ കരാർ, അതിനിടയിൽ തമിഴിലും തെലുങ്കിലും കന്നഡയിലും അവസരങ്ങൾ. വെറും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ തിരക്കേറിയ നടിമാരിൽ ഒരാളായി മാറി. എന്നാൽ ഒരു നടിയുടെ യഥാർത്ഥ ഉയർച്ച തീരുമാനിക്കുന്നത് ആദ്യ സിനിമയല്ല, ഒരു സിനിമയാണ് ഒരു താരത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത്. റാണി പത്മിനിയുടെ കാര്യത്തിൽ ആ വഴിത്തിരിവായി മാറിയത് പറങ്കിമല പോലുള്ള ചിത്രങ്ങളാണ്. ആ സിനിമയിലൂടെ അവർക്ക് ലഭിച്ച ജനപ്രീതി പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, പ്രേം നസീർ എന്നിവർക്കൊപ്പമുള്ള വലിയ ചിത്രങ്ങളിലേക്കുള്ള വാതിൽ തുറന്നു. പക്ഷേ ആ വിജയത്തിനൊപ്പം തന്നെ അവർ അറിയാതെ മറ്റൊരു നിഴലും അവരുടെ ജീവിതത്തിലേക്ക് പതുക്കെ കടന്നു വരികയായിരുന്നു. ആ നിഴൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതം തന്നെ കവർന്നെടുക്കുമെന്ന് അന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. ഒരു നടന്റെ അല്ലെങ്കിൽ നടിയുടെ കഴിവ് തെളിയിക്കാൻ ചിലപ്പോൾ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. എന്നാൽ റാണി പത്മിനിക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞത് വെറും ഏതാനും വർഷങ്ങൾക്കുള്ളിലായിരുന്നു. ആ കാലഘട്ടത്തിൽ സംവിധായകർ അവരുടെ ഏറ്റവും വലിയ ശക്തിയായി കണ്ടത് സ്വാഭാവികമായ അഭിനയവും ക്യാമറയ്ക്ക് മുന്നിലെ ആത്മവിശ്വാസവുമായിരുന്നു. കഥാപാത്രം ആവശ്യപ്പെടുന്ന വികാരങ്ങൾ അതിശയോക്തിയില്ലാതെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബകഥകളിലും പ്രണയ ചിത്രങ്ങളിലും ആക്ഷൻ സിനിമകളിലും ഒരേപോലെ അവസരങ്ങൾ ലഭിച്ചു. ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് പറങ്കിമല. ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം റാണി പത്മിനിയുടെ കരിയറിൽ നിർണായകമായ വഴിത്തിരിവായി. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രത്തെ അവർ അവതരിപ്പിച്ച രീതിയെ അന്നത്തെ നിരൂപകരും പ്രേക്ഷകരും ഒരുപോലെ ശ്രദ്ധിച്ചു. ഗ്ലാമറിനപ്പുറം അഭിനയശേഷിയും തനിക്കുണ്ടെന്ന് ഈ ചിത്രം തെളിയിച്ചു. അതിന് പിന്നാലെ എത്തിയ ശരം, ആ ചിത്രവും അവരുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. വികാരപ്രധാനമായ രംഗങ്ങളിൽ റാണി പത്മിനി കാഴ്ചവെച്ച നിയന്ത്രിത അഭിനയം സിനിമയ്ക്ക് കൂടുതൽ കരുത്തേകിയതായി അന്നത്തെ സിനിമാ ലോകം വിലയിരുത്തി. തുടർന്ന് തേനും വയമ്പും പോലുള്ള ചിത്രങ്ങളിലൂടെ അവർ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി. സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു പ്രത്യേക സാന്നിധ്യം റാണി പത്മിനിക്കുണ്ടായിരുന്നു. 1984 പുറത്തിറങ്ങിയ അതിരാത്രം അവരുടെ കരിയറിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായി. IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അന്നത്തെ രണ്ട് വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തി. അത്തരമൊരു വമ്പൻ താരനിരക്കിടയിലും റാണി പത്മിനി തന്റെ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കാൻ കഴിഞ്ഞു. അത് അവരുടെ അഭിനയശേഷിയുടെ തെളിവായിരുന്നു. അതേ കാലത്ത് അക്കര ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും അവരുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. മലയാളത്തോടൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും അവർ സജീവമായി. ഒരു ഭാഷയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മറ്റൊരു ഭാഷയുടെ സെറ്റിലേക്ക് പോകുന്നത്ര തിരക്കായിരുന്നു. 5 വർഷത്തിനുള്ളിൽ 50-ലധികം സിനിമകൾ. ഇത് കേൾക്കുമ്പോൾ ഇന്നും അത്ഭുതം തോന്നും. കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അതിവേഗ ചിത്രീകരണ സൗകര്യങ്ങളോ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും റാണി പത്മിനി വിവിധ ഭാഷകളിൽ തുടർച്ചയായി അഭിനയിച്ചു കൊണ്ടിരുന്നു. സിനിമയിൽ അവർക്ക് മുന്നിൽ ഇനിയും വലിയ ഭാവിയുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. കൂടുതൽ മികച്ച കഥാപാത്രങ്ങളും വലിയ സംവിധായകരും ദേശീയ തലത്തിലുള്ള അംഗീകാരവും അവരെ കാത്തിരിക്കുകയാണെന്ന് പലരും കരുതി. പക്ഷേ വിധി മറ്റൊന്നാണ് തീരുമാനിച്ചിരുന്നത്. 1986 റാണി പത്മിനിയുടെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ വർഷങ്ങളിൽ ഒന്നായിരുന്നു അത്. ഒരു സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ ഷൂട്ടിംഗ്, പുതിയ കഥകൾ കേൾക്കൽ, വിവിധ ഭാഷകളിൽ നിന്ന് തുടർച്ചയായി എത്തുന്ന ഓഫറുകൾ. അന്നത്തെ സിനിമാ മാസികകൾ എഴുതിയിരുന്നത് ഒരു കാര്യമായിരുന്നു. റാണി പത്മിനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ യുവ നടിമാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞുവെന്ന്. പക്ഷേ സിനിമയുടെ വെള്ളി വെളിച്ചത്തിന് പിന്നിൽ മറ്റൊരു ജീവിതമുണ്ടായിരുന്നു. ചെന്നൈയിലെ അണ്ണാനഗറിലുള്ള വീട്ടിൽ റാണി പത്മിനി താമസിച്ചിരുന്നത് അമ്മ ഇന്ദിരകുമാരിയോടൊപ്പമായിരുന്നു. മകളുടെ സിനിമാ കരിയറിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒപ്പം ഉണ്ടായിരുന്നത് ആ അമ്മയായിരുന്നു. ഷൂട്ടിംഗ് തീയതികൾ മുതൽ സാമ്പത്തിക കാര്യങ്ങൾ വരെ പലതിലും അവർ ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലെ ദൈനംദിന ജോലികൾക്കായി ഏതാനും ജീവനക്കാരും ഉണ്ടായിരുന്നു. ഡ്രൈവർ, പാചകക്കാരൻ, കാവൽക്കാരൻ. എന്നാൽ 1986 ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ റാണി പത്മിനി കാറിന്റെ മുൻസീറ്റിൽ ഗ്ലാമർ വേഷത്തിൽ ഇരിക്കുകയായിരുന്നു. ഡ്രൈവർ ജേക്കബ് ജബരാജ് വാഹനം ഓടിക്കുന്നതിനിടയിൽ തന്നെ പല പ്രാവശ്യം റാണി പത്മിനിയുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കുന്നത് അമ്മ ശ്രദ്ധിക്കുകയും അവർ ദേഷ്യപ്പെട്ട അയാളുടെ കരണത്തടിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അതിന്റെ പ്രതികാരം എന്നോണം അയാളുടെ നേതൃത്വത്തിൽ വീട്ടിലുള്ള മറ്റു ജോലിക്കാർ സംഘടിതമായി പദ്ധതിയിടുന്നത് റാണി പത്മിനിക്കും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം മുഴുവൻ അപഹരിക്കുകയായിരുന്നു അവരുടെ പദ്ധതി. വർഷങ്ങളായി വീട്ടിൽ ജോലി ചെയ്തിരുന്നതിനാൽ അവർ കുടുംബത്തിന്റെ വിശ്വാസം നേടിയവരായിരുന്നു. പക്ഷേ പല കുറ്റകൃത്യങ്ങളുടെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. വലിയ അപകടങ്ങൾ പലപ്പോഴും പുറത്തു നിന്നല്ല വരുന്നത്, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തന്നെയായിരിക്കും. അഭിനയത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം മുഴുവൻ പണമായി തന്നെ വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു അവരുടെ പതിവ്. പിന്നെ സ്വർണം വാങ്ങിയും നിക്ഷേപമായി സൂക്ഷിക്കുമായിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ 15 ലക്ഷം രൂപയ്ക്ക് അവർ ഒരു ബംഗ്ലാവ് വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു. അന്വേഷണത്തിൽ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം വീട്ടിലുണ്ടായിരുന്ന പണവും ആഭരണങ്ങളും പ്രതികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കവർച്ച എന്ന ലക്ഷ്യത്തോടെ ഒരു പദ്ധതി രൂപപ്പെട്ടതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ആ പദ്ധതി നടപ്പാക്കാൻ അവർ തിരഞ്ഞെടുത്ത ദിവസം 1986 ഒക്ടോബർ 15. പദ്ധതി പ്രകാരം ജബരാജ് വീടിനകത്ത് കയറി. റാണി പത്മിനിയുടെയും അമ്മയുടെയും ജീവിത രീതികൾ അറിയാമായിരുന്ന ജബരാജും സംഘവും അവർ വിശ്രമിക്കുന്ന സമയത്ത് പണപ്പെട്ടി കുത്തി തുറക്കുന്നതിനിടയിൽ അമ്മ അവിടെ എത്തുകയും നിവൃത്തിയില്ലാതെ ജബരാജ് അമ്മയെ കുത്തി വീഴ്ത്തുകയും
ചെയ്തു. അവരുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ റാണി പത്മിനിയെയും കുത്തിവീഴ്ത്തി. ശക്തമായ ചെറുത്തുനിൽപ്പിനിടെ 17 തവണയാണ് അവരുടെ നെഞ്ചിൽ കുത്തേറ്റത്. ഇന്ദിരാകുമാരി മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ മുന്നിൽ വെച്ച് മൂവരും റാണി പത്മിനിയെ ബലാത്സംഗം ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു. കുറ്റകൃത്യം പൂർത്തിയായപ്പോൾ പ്രതികൾക്ക് മുന്നിലുണ്ടായിരുന്ന അടുത്ത ചോദ്യം, ഇനി തെളിവുകൾ എങ്ങനെ മറയ്ക്കും? അവർ എടുത്ത തീരുമാനം അതിക്രൂരവും ഞെട്ടിക്കുന്നതുമായിരുന്നു. ആ തീരുമാനം കാരണം 4 ദിവസത്തോളം ആരും റാണി പത്മിനിയെയും അമ്മയെയും കുറിച്ച് യാതൊരു വിവരവും അറിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം അവർ കണക്കുകൂട്ടിയിരുന്നില്ല, സത്യം എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് പുറത്തു വരും. അത് സംഭവിച്ചത് ഒരു ദുർഗന്ധത്തിലൂടെയായിരുന്നു. അയൽവാസികൾ ശ്രദ്ധിച്ച ആ ചെറിയ അസ്വാഭാവികത പിന്നീട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കൊലക്കേസുകളൊന്നിൻ്റെ ചുരുളണിയിക്കാൻ വഴിയൊരുക്കി. സാധാരണയായി സിനിമാ ലോകവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു നടിയിൽ നിന്ന് യാതൊരു വിവരവും ലഭിക്കാതിരുന്നത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളോ സാമൂഹിക മാധ്യമങ്ങളോ ഇല്ലാതിരുന്നതിനാൽ ഉടൻ സംശയമുയർന്നില്ല. പോലീസ് വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചു. ആദ്യം നോക്കുമ്പോൾ കവർച്ച നടന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു. വീട്ടിലെ പല വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതായിരിക്കുന്നു. എന്നാൽ റാണി പത്മിനിയും അമ്മയും എവിടെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വീടിന്റെ ഓരോ മുറിയും പരിശോധിച്ച ശേഷം പോലീസിന്റെ ശ്രദ്ധ മുകളിലത്തെ നിലയിലെ വലിയ സിൻടെക്സ് വാട്ടർ ടാങ്കിലേക്ക് തിരിഞ്ഞു. ആ ടാങ്ക് തുറന്ന നിമിഷം അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ് കണ്ടത്. റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരകുമാരിയുടെയും മൃതദേഹങ്ങൾ അതിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. ആ വാർത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കി. ഒരു മുൻനിര യുവനടിയും അവരുടെ അമ്മയും സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത എല്ലാ പ്രധാന പത്രങ്ങളുടെയും തലക്കെട്ടായി. അന്വേഷണം അതിവേഗം ആരംഭിച്ചു. പോലീസിന്റെ ആദ്യ സംശയം വീട്ടിൽ സ്ഥിരമായി വരികയും പോകുകയും ചെയ്യുന്ന ആളുകളിലേക്കായിരുന്നു. കാരണം ബലമായി വീട്ടിൽ കയറിയതിന്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിലെ ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോഴാണ് നിർണായകമായ ഒരു കാര്യം വ്യക്തമായത്. കൊലപാതകത്തിന് ശേഷം ഡ്രൈവർ, പാചകക്കാരൻ, കാവൽക്കാരൻ എന്നിവരെ കാണാനില്ലായിരുന്നു. അത് അന്വേഷണത്തിന് വലിയ വഴിത്തിരിവായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജബരാജിനെയും തുടർന്ന് ലക്ഷ്മി നാരായണനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഗണേശനെ അറസ്റ്റ് ചെയ്യാൻ 1 വർഷത്തോളം എടുത്തു. അന്വേഷണത്തിലും വിചാരണയിലും അവതരിപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീട്ടിലെ പണവും സ്വർണവും കവർച്ച ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു കുറ്റകൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. തുടർന്ന് കേസ് കോടതിയിലെത്തി. വിചാരണയ്ക്കൊടുവിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യം വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് നിയമ നടപടികളുടെ ഭാഗമായി അത് ജീവപര്യന്തം തടവായി കുറയ്ക്കപ്പെട്ടു. മറ്റൊരു ദുഃഖകരമായ കാര്യം ഇരുവരുടെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളില്ലായിരുന്നു എന്നതാണ്. അവർ ഒരിക്കലും അടുത്ത സുഹൃത്ത് ബന്ധം ആരുമായും സൂക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല അടുത്ത ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല താനും. ഉള്ളവരുമായി നല്ല ബന്ധത്തിലല്ലായിരുന്നു. അവസാനം കേരള ചലച്ചിത്ര അക്കാദമി നേതാക്കൾ മുൻകൈയെടുത്താണ് അവരുടെ മൃതദേഹം സംസ്കരിച്ചത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അവരുടെ ശവസംസ്കാര ചടങ്ങിലോ മൃതദേഹം കാണാനോ പ്രമുഖ നടന്മാരാരും എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. റാണി പത്മിനിക്ക് അന്ന് വെറും 24 വയസ്സ് മാത്രമായിരുന്നു. 5 വർഷം കൊണ്ട് 50-ലേറെ സിനിമകളിൽ അഭിനയിച്ച് ദക്ഷിണേന്ത്യൻ സിനിമയിൽ വലിയൊരു ഭാവി കാത്തിരുന്ന ഒരു നടിയുടെ ജീവിതം അങ്ങനെ പെട്ടെന്ന് അവസാനിച്ചു. എന്നാൽ ഇതൊരു കൊലക്കേസിന്റെ കഥ മാത്രമല്ല, സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു കലാകാരിയുടെ പൂവണിയാതെ പോയ ഒരു സിനിമാ ജീവിതത്തിന്റെ കഥ കൂടിയാണ്. ഇന്ന് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷവും റാണി പത്മിനിയെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് അവരുടെ സിനിമകളാണോ അതോ അവരുടെ ദാരുണമായ അന്ത്യമാണോ? റാണി പത്മിനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇതാണ്. പ്രശസ്തിയും പണവും വിജയവും ജീവിതത്തിന് സുരക്ഷയുടെ ഉറപ്പല്ല. വിശ്വാസം തെറ്റായ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ വില ചിലപ്പോൾ ജീവൻ തന്നെയാകാം. അവർ ഒരു കഴിവുള്ള അഭിനേത്രിയായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരിയായിരുന്നു. ഇന്നും പഴയ സിനിമകളിൽ റാണി പത്മിനിയുടെ മുഖം തെളിയുമ്പോൾ പ്രേക്ഷകർ അവരുടെ അഭിനയത്തെ മാത്രം കാണുന്നില്ല, പൂവണിയാതെ പോയ ഒരു ജീവിതവും പൂർത്തിയാകാതെ പോയ ഒരു സിനിമാ യാത്രയും കൂടിയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും റാണി പത്മിനി എന്ന പേര് മലയാള സിനിമാ ചരിത്രത്തിൽ മാഞ്ഞു പോയിട്ടില്ല. അത് ഇന്നും ഒരു ചോദ്യമാണ്, ഒരു ഓർമ്മയാണ്, ഒരു വേദനയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇതിഹാസ താരത്തോടൊപ്പമുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.